നോക്കിട്ടാണോ വണ്ടി ഓടിക്കുന്നത്? നേരെ നോക്കിയാണോ വണ്ടി ഓടിക്കുന്നത്? അതുകൊണ്ടല്ലേ താഴെ ഞാൻ സഡൻ ബ്രേക്ക് ഇട്ടതാ. വണ്ടി എടുത്ത് മാറ്റണം. ആജ്ഞാപിക്കരുത്, അപേക്ഷിക്കും. ഇയാള് വണ്ടി എടുക്കുക. വണ്ടി ഞാൻ എടുക്കും. എന്റെ പൊന്ന് സാഗർ സാറെ, ഇനി ആ തീക്കളി വേണ്ട. 1 മണിക്കൂർ നേരം മരണത്തെ മുന്നേ കണ്ടുകൊണ്ടാ ഞാൻ ഈ വണ്ടിയിലിരുന്നത്. മരണം രംഗബോധമില്ലാത്തൊരു കോമാളിയാണ്. ആഗ്രഹിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല, പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ അവൻ വരില്ല. വെടിയുണ്ടയുടെയും ബോംബിന്റെയും ഇടയിൽ കിടന്ന് യുദ്ധം ചെയ്യുന്ന പട്ടാളക്കാരൻ ലീവ് കിട്ടി നാട്ടിലെത്തുമ്പോൾ സ്വന്തം പെരടത്തിലെ തേങ്ങ വീണായിരിക്കും മരിക്കുന്നത്. വണ്ടി പുറകോട്ടെടുക്കാൻ. മുമ്പോട്ട് വെച്ച കാർ പുറകോട്ടെടുക്കുന്നവനല്ല ഈ സാഗർ കോട്ടപ്പുറം. ട്രാഫിക് ബ്ലോക്ക് ചെയ്തിട്ടാണോ തന്റെ ഒക്കെ പ്രസംഗം? വണ്ടി എടുത്ത് മാറ്റണോ? കാക്കിയെ ഭയക്കുന്നവനല്ല സാഗർ. ക്ഷമിക്കണം സാർ, ഇദ്ദേഹം സുപ്രസിദ്ധ നോവലിസ്റ്റ് സാഗർ കോട്ടപ്പുറം. സാർ, അദ്ദേഹം വെള്ളം അടിച്ച് കുറച്ച് ഓവറായി പോയതാ. തന്നോട് വണ്ടി എടുക്കാനല്ലേ പറഞ്ഞു? വണ്ടി എടുക്കും. എന്താ വന്നാട്ടെ സാർ വണ്ടി വണ്ടി എടുക്കും. സാറേ വണ്ടി മാറടാ. ഒന്ന് ചോദിച്ചോട്ടെ പോലീസുകാരെ, ഈ തഹസിൽദാരുടെ വീട് ഏതാണ്? ഈ തഹസിൽദാരുടെ വീട് ഏതാണെന്ന് പറയില്ല? ഓ, അപ്പോഴേക്കും പിണങ്ങിയോ? അല്ലേലും ഈ പോലീസുകാരിങ്ങനെ മഹാ തൊട്ടാവാടികളാ. ഡ്രൈവറെ, തഹസിൽദാരുടെ വീട് അന്വേഷിച്ചു. ചോദിച്ചു പോവാ. ഈ വീട് കണ്ടിട്ട് ഒരു തഹസിൽദാരുടെ വീട് തോന്നുന്നില്ലേ? ഇത്രയും വലിയ ബംഗ്ലാവോ? ആയിക്കൊടുന്നില്ല, എന്നാലും സംശയം തീർത്തിട്ട് പോവാം. തഹസിൽദാരുടെ വീട് ഇതാണോ? തോട്ടക്കാരാ. തന്നോട് ഗേറ്റ് തള്ളി തുറക്കാൻ ആരാ പറഞ്ഞേ? തഹസിൽദാർ രാമകൃഷ്ണന്റെ വീടാണോ അല്ലയോ എന്നാണ് ചോദിച്ചത്. മുഖത്ത് കണ്ടില്ലേ? ഗേറ്റിൽ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, അഡ്വക്കേറ്റ് ഗോപിനാഥൻ എന്ന്. എഴുതി വെച്ചത് മുഴുവൻ സത്യമാകണമെന്നില്ലല്ലോ. ഉദാഹരണത്തിന് ഞാൻ എഴുതുന്ന നോവലുകൾ വായിച്ചു കാണും. തുഷാരങ്ങൾ അത് മുഴുവൻ സത്യമാണെന്നാണ് വിചാരം. അല്ലേ? അല്ല, വെറും ഭാവന. ആനയുടെ വലുപ്പം ആനക്ക് അറിയില്ല. കേരളം മുഴുക്കെ അറിയപ്പെടുന്ന നോവലിസ്റ്റാ സാറ്. മനുഷ്യ ഹൃദയങ്ങളെ എടുത്ത് അമ്മാനമാടുന്നയാൾ. ഞാൻ സാറിന്റെ ഒരു ആരാധകരാന്നറിയാലോ. സാഗർ കോട്ടപ്പുറം വെള്ളമടിച്ച് ബഹളം ഉണ്ടാക്കിയത് നാളെ വല്ല പത്രത്തിലും വന്നാൽ ആർക്കതിന്റെ നാണക്കേട്? ആ പത്രത്തിന്, കേരളത്തിലെ എല്ലാ പത്രവും വാരികയും എന്റെ ഒരു നോവല് കിട്ടാൻ നെട്ടോട്ടം ഓടുകയാണ്. എനിക്കെതിരെ ആരും ഒന്നും എഴുതുകയല്ല. എന്നാ സാർ വണ്ടി കയറി. അങ്ങനെയാണ് ഞാൻ വണ്ടി ഓടിക്കും. സാറ് വണ്ടി കയറി. വണ്ടി ഓടി. സാർ എത്ര നാൾ കാണും ഈ തഹസിൽദാരുടെ കൂടെ? 30 ആഴ്ചക്കുള്ള ഒരു തുടരൻ ഉടൻ വേണം. ഒരു സർവീസ് സ്റ്റോറിയാ ഉദ്ദേശിക്കുന്നത്. ഒരു സർക്കാർ ഓഫീസിലെ അഴിമതി, കുതികാൽ വെട്ട്, പ്രേമം, ഗർഭം, അതൊക്കെയാ വിഷയം. അപ്പൊ സർക്കാർ ഓഫീസിലെ രീതികൾ, ദൈനംദിന ജോലികൾ, മറ്റ് വിശദാംശങ്ങൾ, രാമകൃഷ്ണനുമായ ഒരു ചർച്ച. അതിപ്പോ എത്ര ദിവസം എടുക്കുന്നൊന്നും പറയാൻ മേല. ഈ രാമകൃഷ്ണനെ തഹസിൽദാരായി ഇങ്ങോട്ട് സ്ഥലം മാറ്റം വാങ്ങിച്ചു കൊടുത്ത ഞാനാ. നല്ലവനാ, പക്ഷെ ഒരു കുഴപ്പമേ ഉള്ളൂ, 3 പെഗ് കൂടുതൽ അടിക്കുകയല്ല. ഞങ്ങള് രാമവർമ്മ ക്ലബിലെ ചീട്ടുകളി ഫ്രണ്ട്സാ. സാറ് ചീട്ടും കളിക്കൂ? ആ, കാശ് വെച്ചേ കളിക്കൂ. സാറിന്റെ നായകന്മാരൊക്കെ എന്തുമാത്രം സൽഗുണ സമ്പന്നന്മാരാ. ആ നായകന്മാരുടെ സൃഷ്ടാവ് ഇങ്ങനെയുള്ള ആളാണെന്ന് ആരാധകർ അറിഞ്ഞാൽ ഒരു തേങ്ങയിലടോ. എടോ, താനടക്കമുള്ള എന്റെ എല്ലാ ആരാധകന്മാരും വെറും കിഴങ്ങന്മാരാ. എന്താണ് എന്റെ നോവലുള്ളത്? പണക്കാരിയായ ഒരു കാമുകി, കൂലിവേലക്കാരനായ കാമുകൻ, വില്ലൻ കാമുകിയുടെ അച്ഛൻ. ഇതേ ഞാൻ എടുത്ത് മറിച്ചിടും. പുതിയതിൽ കാമുകൻ പണക്കാരൻ, കാമുകി കൂലിവേലക്കാരി, അച്ഛൻ സെയിം. പിന്നത്തെ നോവലിൽ പശ്ചാത്തലം മാത്രം മാറും. റബ്ബർ എസ്റ്റേറ്റിന് പകരം ഒരു ഫാക്ടറി, മത്സ്യത്തൊഴിലാളിക്ക് പകരം തേങ്ങ വെട്ടുകാരൻ. എല്ലാത്തിലും കാണുവോ ഒരു റേപ്പ്, ഒരു ഒളിച്ചോട്ടം, ഒരു സ്റ്റണ്ട്, പിന്നെ കുറച്ച് സെക്സ്. ഡ്രൈവറെ തഹസിൽദാരെ വീട് ചോദിക്കണോ? നമുക്ക് ചോദിച്ചു പോവാം. തനിക്കൊരു സത്യം അറിയോ? പൂങ്കിളി വാരികയിലെ മന്ദാര പുഷ്പങ്ങൾ എന്ന നോവൽ എന്ന നോവലിസ്റ്റ് CV രാജമ്മ ഞാനാ. ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നോവലുകൾ എഴുതുന്ന മാത്യു പള്ളിപ്പറമ്പിൽ ആരാന്ന? അതും ഞാൻ തന്നെ. അങ്ങനെ എത്രയോ പേരുകളിൽ ഞാൻ എഴുതിക്കൊണ്ടേയിരിക്കും. ആരാധകന്മാര്, പുണ്ണാക്കന്മാര്. എടോ, ഞാനാകുന്ന നോവലിസ്റ്റ് CV രാജമ്മയ്ക്ക് ഒരു ദിവസം വരുന്ന പ്രേമലേഖനങ്ങളുടെ എണ്ണം 200 കൂടുതലാ. അറിയോ? എടോ, ഒരു അന്തവും കുന്തവും ഇല്ല താനിത് ഇങ്ങോട്ട് ഓടിക്കുന്നത്. എടോ, ഡ്രൈവറെ തഹസിൽദാരുടെ വീട് ചോദിക്കണോ? നമുക്ക് ചോദിച്ചു പോവാം. ചോദിച്ചു പോവാം. ചോദിച്ച്